നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൈ ലോർഡ്, ഞാൻ ഇപ്പോഴും പറയുന്നു, കാർത്തിക മരണപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു നിൽക്കുന്ന എന്റെ കക്ഷി വിഷ്ണു തീർത്തും നിരപരാധിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. വിഷ്ണുവിനെ ശാലിനി വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് തന്റെ ഇഷ്ടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പോഴും അവിവാഹിതയായിട്ട് മധുശ്രീ തുടരുന്നത്. അതിന്റെ ഒരു ചുരുക്ക് വിഷ്ണുവിനോട് മധുശ്രീക്കുണ്ട്. ഈ കിട്ടാത്ത മുന്തിരിക്ക് ഒരു പുളിപ്പുണ്ടാവും പറയുന്ന പോലെ എനിക്ക് കിട്ടാത്ത ജീവിതം അവന് കിട്ടണ്ടെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് മധുശ്രീ ആ വീഡിയോ എടുത്തത്, അല്ലേ? ഞാനല്ല ആ വീഡിയോ എടുത്തത്. യുവർ ഓണർ, ആ വീഡിയോ എടുത്തത് മധുശ്രീ തന്നെയാണ്. ACP ചന്ദ്രബോസിന്റെ മൊബൈലിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്തതും ഈ മധുശ്രീ തന്നെയാണ്. പിന്നെ കാർത്തിക കല്യാണ ദിവസം അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് അത് കിട്ടിയതും മധുശ്രീയും ACP ചന്ദ്രബോസും കൂടി ഷെയർ ഇട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ്. അത് എന്തിന്റെ ഓഫീസാണെന്നും അങ്ങനെ ഒരു ഓഫീസ് എന്തിനാണെന്നും അവിടെയുള്ള ആളുകൾക്ക് പോലും അറിയില്ല, മൈ ലോർഡ്. ഇല്ല, അങ്ങനൊരു ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല. പച്ച കള്ളമാണ് ഈ പറയുന്നത്. ശരി, സമ്മതിച്ചു. അങ്ങനെ ഒരു ഓഫീസ് ACP ചന്ദ്രബോസിനും മധുശ്രീക്കും ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. സമ്മതിച്ചില്ലേ? അത് പിന്നെ സമ്മതിച്ചു. അത് ബഹുമാനപ്പെട്ട കോടതിയും കേട്ടതാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ യുവർ ഓണർ. PW7 പവിത്ര ഡയമണ്ട്സിന്റെ ഉടമ വിജയകുമാറിനെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. യു പ്രൊസീഡ്. PW7 പവിത്ര ഡയമണ്ട്സ് ജുവലറി ഉടമ വിജയകുമാരൻ. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ പേര്? വിജയകുമാർ. എന്താ ജോലി? സ്വർണ്ണക്കട നടത്തുക. നിങ്ങൾ എത്ര വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്? അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാ, ഞാനായിട്ട് അതൊന്നുകൂടി വിപുലമാക്കി. എന്നാലും ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ബിസിനസ്സിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കടയിൽ നിന്ന് എടുത്തതാണോ? അതെ. കല്യാണത്തിന് 3 ദിവസം മുൻപ് വിഷ്ണുവിന്റെ അമ്മ സത്യഭാമ കടയിൽ വന്ന് നേരിട്ടെടുത്തതാ. കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കാറുണ്ടോ? അതില്ല. സത്യഭാമയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാ. അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാ ഞാൻ. അവര് ഞങ്ങളുടെ സ്ഥാപനത്തിലെ സ്ഥിരം കസ്റ്റമറാ. അപ്പൊ പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ വിജയകുമാർ, ഈ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചതിന് നന്ദി. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുന്നു യുവർ ഓണർ. കാർത്തിക എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ടില്ല. കല്യാണ ദിവസം അവൾ അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് കണ്ടുകിട്ടിയത് മാത്രമല്ല, അത് കണ്ടെടുത്തത് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത ACP ചന്ദ്രബോസിന്റെയും വിഷ്ണുവിനെ വീഡിയോയിലൂടെ കൊടുക്കാൻ ശ്രമിച്ച
മധുശ്രീയുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ നിന്നുമാണെന്ന് പറയുമ്പോ ഈ കേസ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കൊലക്കുറ്റം കെട്ടിച്ചമച്ചതാണെന്നും എന്റെ പ്രതിയുടെ മേൽ മനഃപൂർവ്വം കെട്ടിവെക്കപ്പെട്ടതുമാണെന്നും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മൈ ലോർഡ്, ഞാൻ ഇപ്പോഴും പറയുന്നു, കാർത്തിക മരണപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു നിൽക്കുന്ന എന്റെ കക്ഷി വിഷ്ണു തീർത്തും നിരപരാധിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അപ്പോ പിന്നെ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കരിഞ്ഞ പെൺകുട്ടിയുടെ ബോഡി ആരുടേതാണ്? അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനാണ്. കാർത്തിക മരിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? യെസ് യുവർ ഓണർ. പ്രോസിക്യൂഷൻ പ്രതിപട്ടികയിലുള്ള തങ്കൻ, മാർട്ടിൻ, ചന്ദ്രൻ എന്നിവരെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. PW8 ചന്ദ്രൻ, മാർട്ടിൻ, തങ്കൻ. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? കാർത്തികയെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്ന അയാളാ. പച്ച കള്ളി പറയുന്നേ, എനിക്ക് ഇവരെ അറിയൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് കാണുന്ന പോലും. അങ്ങനെ പറയാനാണ് ഡിഫൻസ് കൗൺസിൽ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥ സത്യത്തിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും ഒളിച്ചോടാനാവില്ല. സത്യം സത്യമായി തന്നെ തെളിയേണ്ടതാണ്. അത് മൂടി വയ്ക്കാനുള്ളതല്ല. മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കാർത്തികയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുമ്പോ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നോ? തന്നിരുന്നു. 50,000 രൂപ അഡ്വാൻസായി തന്നിരുന്നു. ബാക്കി 1,00,000 രൂപ കൃത്യം നടത്തിക്കഴിഞ്ഞ് തരാമെന്നാ പറഞ്ഞേ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത്? ഇയാൾ നേരിട്ട് വന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനടുത്ത് വെച്ചാണ് തന്നത്. മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് പൊയ്ക്കൊന്ന് പറയുകയും ചെയ്തു. കള്ളം സാർ, ഇവര് പറഞ്ഞ പച്ച കള്ളമാണ്. കേട്ടില്ലേ യുവർ ഓണർ? സ്നേഹിച്ച് കൂടെ കൂട്ടിയ പെൺകുട്ടിയെ നിഷ്കരുണം കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത ഒരു കൊടും ക്രിമിനലാണ് അങ്ങയുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം സ്ത്രീ ഇയാൾക്കൊരു ബലഹീനതയാണ്. അവരെ സ്വന്തമാക്കി അവരിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ എന്ത് കളിയും കളിക്കുന്ന തന്ത്രശാലിയായ ഒരു കുറുക്കൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.